Hello guys, welcome back to channel Civil Engineering Updated. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയലിന്റെ ഫോർത്ത് സെക്ഷൻ ആണ്. ഓൾറെഡി നമ്മൾ 3 സെക്ഷൻ നോക്കി കഴിഞ്ഞിരിക്കുന്നു ആൻഡ് ബിൽഡിംഗ് മെറ്റീരിയൽസും എസ്റ്റിമേഷനും R6ന്റെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, ഇന്നത്തെ സെക്ഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് നോക്കാം. ഓക്കെ, ഇഫ് ദ കാന്റിലിവർ ബീം carries a UDL അല്ലെങ്കിൽ uniformly distributed load over its entire length, then shape of the bending moment diagram is linear ആണോ, quadratic parabola ആണോ, ക്യൂബിക് പാരബോള ആണോ, ട്രയാങ്കിൾ ആണോ? ഓക്കെ, സോ നമ്മുടെ കാന്റിലിവർ ബീം ആണ് കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, കാന്റിലിവർ ബീം നമുക്ക് കൺസിഡർ ചെയ്യാം. ഇതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആണ് ഇതിലുള്ളത്. ഓക്കെ, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആണ് ഇതിലുള്ളത്. ഓക്കെ, uniformly distributed load over the entire length. So over entire length uniformly distributed load ആണുള്ളത്. Then shape of the bending moment diagram. Bending moment diagramന്റെ shape എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമ്മളിപ്പോ x section കൺസിഡർ ചെയ്യുവാണെങ്കിൽ അതിന്റെ bending moment diagram എങ്ങനെയായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്? W into x by 2. അപ്പോൾ ആൻസർ എന്താവും? W into x square by 2. ഓക്കെ, W into x square by 2. അപ്പൊ ഇത് കാണാൻ പറ്റും നിങ്ങൾക്ക് quadratic parabola ആണ്. അപ്പോൾ quadratic equation ആണ്. സോ quadratic parabola ആണ് വാലിഡ് ഇതിൽ. ഓക്കെ, സോ ബി ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. For the same span and loading condition, the maximum bending moment in a fixed beam compared to simply supported one shall be higher ആണോ, lower ആണോ, same ആണോ, or nothing can be changed ആണോ? സോ രണ്ട് കണ്ടീഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന് ഏതാണ് ചോദിച്ചിരിക്കുന്നത്? ഫിക്സ്ഡ് ബീം. ഒന്ന് നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഫിക്സ്ഡ് ബീമിന്റെ കേസാണ്. ഫിക്സ്ഡ് ബീമിന്റെ കേസും സിംപ്ലി സപ്പോർട്ടിന്റെ കേസും ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, രണ്ട് കേസാണ് ചോദിച്ചിരിക്കുന്നത്, സിംപ്ലി സപ്പോർട്ടഡ് ആൻഡ് നമ്മുടെ ഫിക്സ്ഡ് ബീം. ഓക്കെ, ഇതിൽ മാക്സിമം ബെൻഡിങ് മൊമെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്കറിയാം ഫിക്സ്ഡ് ബീമിന് കൂടുതൽ ബെൻഡിങ് മൊമെന്റ് റെസിസ്റ്റ് ചെയ്യാൻ പറ്റും. ബിക്കോസ് രണ്ട് സൈഡ് ഫിക്സ്ഡ് ആണ് ആസ് കമ്പയർഡ് ടു സിംപ്ലി സപ്പോർട്ട്. ഇതിന്റെ വാല്യൂ നമുക്കറിയാം. ഇതിന്റെ വാല്യൂ എന്താണ്? WL²/12. ഓക്കെ, ഫിക്സ്ഡ് ബീം WL²/12. അതേപോലെ സിംപ്ലി സപ്പോർട്ടഡിന്റെ എന്താണ്? WL²/8. അപ്പോൾ ഇത് വെച്ച് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും WL²/8 ആണ്. ഓക്കെ, ഇത് വെച്ച് നമുക്ക് കൺസിഡർ ചെയ്യാൻ ഈ വാല്യൂ കുറവാണ് ആസ് കമ്പയർഡ് ടു സിംപ്ലി സപ്പോർട്ടഡ്. അപ്പോൾ നമ്മൾ എന്ത് കൺസിഡർ ചെയ്യും? മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഇൻ എ ഫിക്സ്ഡ് ബീം കമ്പയർഡ് ടു സിംപ്ലി സപ്പോർട്ടഡ് വൺ ഷാൽ ബി ലോവർ. സോ മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഫോർ ഫിക്സ്ഡിന്റെ സിംപ്ലി സപ്പോർട്ടിനെക്കാളും കുറവാണ്. ഓക്കെ, സോ ബി ആണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഷിയർ ഫോഴ്സ് ഈസ് ഈക്വൽ ടു എന്താണ്? ബെൻഡിങ് മൊമെന്റ് ആണോ, കർവേച്ചർ ആണോ, ഡിഫ്ലക്ഷൻ ആണോ, ഇന്റൻസിറ്റി ആണോ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഷിയർ ഫോഴ്സ്. ഓക്കെ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഷിയർ ഫോഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഷിയർ ഫോഴ്സിനെ നമ്മൾ ലോഡിങ്ങിന്റെ ഇക്വലന്റ് ആയിട്ടാണ് പറയുന്നത്. ഓക്കെ, ലോഡിന്റെ ഇക്വലന്റ്. അപ്പം ഇന്റൻസിറ്റി ഓഫ് ലോഡിംഗ് എന്ന് വരും. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇന്റൻസിറ്റി ഓഫ് ലോഡിംഗ് എന്ന് വരും. അതേപോലെ ഇപ്പൊ നമ്മുടെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ബെൻഡിങ് മൊമെന്റ് ആണ് ചോദിച്ചതെങ്കിൽ എന്ത് പറഞ്ഞാൽ നമ്മുടെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ബെൻഡിങ് മൊമെന്റ് ഈസ് ഇക്വലന്റ് ടു ഷിയർ ഫോഴ്സ്. ഓക്കെ, ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഷിയർ ഫോഴ്സിന്റെ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ബെൻഡിങ് മൊമെന്റ് ആണ്. അതേപോലെ ലോഡിന്റെ പറയുമ്പോൾ ഇന്റൻസിറ്റി ഓഫ് ലോഡിംഗ് എന്ന് പറയുമ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഷിയർ ഫോഴ്സ് ആണ്. ഓക്കെ, ഓപ്ഷനിൽ നമുക്ക് ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? ഡി ആണ് കറക്റ്റ് ഓപ്ഷൻ. ഇന്റൻസിറ്റി ഓഫ് ലോഡിംഗ് ആണ് കറക്റ്റ് ഓപ്ഷൻ. Okay, next question. Consider the following statement: a simply supported beam is subjected to a couple. Okay, simply supported beam ഒരു couple subjected ആണ് somewhere in the span. Okay, it would produce rectangular shear force ആണോ, parabolic bending moment diagram ആണോ, both positive and negative bending moment which has maximum at the point of application of the couple of the statement ആണോ? സോ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്? ഓക്കെ, നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ നമുക്ക് കൺസിഡർ ചെയ്യാം. സിംപ്ലി സപ്പോർട്ടഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സിംപ്ലി സപ്പോർട്ടഡ്. ഓക്കെ, സിംപ്ലി സപ്പോർട്ടഡ് ആയിട്ടുള്ള ബീമാണ് കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ബെൻഡിങ് ഷിയർ ഫോഴ്സ് എങ്ങനെയായിരിക്കും? ഷിയർ ഫോഴ്സ് ഡയഗ്രാം എന്ന് പറയുന്നത്, ഓക്കെ, ഇതിന്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാമിന്റെ മുന്നേ നമുക്ക് ക്വസ്റ്റ്യൻ ആദ്യം കംപ്ലീറ്റ് ചെയ്യാം. ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? ഈ സബ്ജക്ട് ടു കപ്പിൾ. ഓക്കെ, ഇവിടെ പോയിന്റിൽ നമുക്ക് കപ്പിൾ ഫോം ചെയ്യുമെന്ന് കൺസിഡർ ചെയ്യാം. ഇവിടെ പോയിന്റിൽ കപ്പിൾ ഫോം ആവുന്നുണ്ട്. ഓക്കെ, അപ്പൊ അവിടെ കപ്പിൾ ഫോം ആകുമ്പോൾ ഷിയർ ഫോഴ്സിൽ എന്ത് ഡിഫറൻസ് വരും? ഷിയർ ഫോഴ്സ് റെക്ടാംഗിൾ തന്നെ വരും. ഓക്കെ, കപ്പിൾ ഫോം ആവുന്നതിന് ഷിയർ ഫോഴ്സിന് റെക്ടാംഗിൾ തന്നെ വരും, ഒരു ചേഞ്ചും വരത്തില്ല. അതേപോലെ നമ്മൾ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം കൺസിഡർ ചെയ്യുവാണെങ്കിൽ എന്ത് ചേഞ്ച് ആണ് വരുന്നത്? ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരുവാണെങ്കിൽ എവിടെയാണോ കപ്പിൾ അവിടെ മാക്സിമം ബെൻഡിങ് മൊമെന്റ് വരും. അപ്പൊ ഇങ്ങനത്തെ ഒരു ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം കിട്ടും. അപ്പൊ ഈ പോയിന്റ് എന്ന് പറയുമ്പോൾ ഇവിടെ നെഗറ്റീവ് ബെൻഡിങ് മൊമെന്റ് ആയിരിക്കും, അതേപോലെ ഇവിടെ പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഓപ്ഷൻ റീഡ് ചെയ്യാം. ഇറ്റ് വുഡ് പ്രൊഡ്യൂസ് റെക്ടാംഗുലർ ഷിയർ ഫോഴ്സ്. കറക്റ്റ് ആണോ? കറക്റ്റ് ആണ്. റെക്ടാംഗുലർ ഷിയർ ഫോഴ്സ് ഡയഗ്രാം റെക്ടാംഗുലർ ആണ്, അത് കറക്റ്റ് ആണ്.
പാരബോളിക് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ആണോ? അല്ല. നെക്സ്റ്റ് എന്താണ്? ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ബെൻഡിങ് മൊമെന്റ് വിച്ച് ആർ മാക്സിമം അറ്റ് ദ പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് ദ കപ്പിൾ എവിടെയാണ് ആക്ട് ആവുന്നത് അവിടെ മാക്സിമം ബെൻഡിങ് മൊമെന്റ് ആയിരിക്കും, കാണാൻ പറ്റും, അത് തന്നെയാണ്. ഓക്കെ, പിന്നെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ബെൻഡിങ് മൊമെന്റ് ആണ് ചേഞ്ച് ആവുന്നത്. ഓക്കെ, പോസിറ്റീവ് ആൻഡ് ബെൻഡിങ് മൊമെന്റ്. അപ്പം ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? 1 and 3. 1 and 3 ഏതാണ്? 1 and 3, ഡി ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In a cantilever beam with UDL, the shear force varies following linear law ആണോ, parabolic law ആണോ, both A and B ആണോ, none of these ആണോ? ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിരുന്നത്? കാന്റിലിവർ ബീമിന്റെ ആണ് ചോദിച്ചിരുന്നത്. ഓക്കെ, കാന്റിലിവർ ബീം, ഇതിൽ UDL ആണ് ആക്ട് ആവുന്നത്. കാന്റിലിവർ ബീമിൽ UDL ആണ് ആക്ട് ആവുന്നത്. ഓക്കെ, കാന്റിലിവർ ബീമിൽ UDL ആക്ട് ആവും. അപ്പോൾ നമ്മൾ എക്സ് സെക്ഷൻ എടുക്കുകയാണെങ്കിൽ എന്താണ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം എന്ന് പറയുന്നത്? ഷിയർ ഫോഴ്സ് ഡയഗ്രാമിന്റെ വാല്യൂ എന്താണ് വരുന്നത്? W into X. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് ലീനിയർ ആണ്. ഓക്കെ, ഇത് ലീനിയർ ആണ്. അപ്പൊ നമ്മുടെ ലീനിയർ ലോ ആണ് ആപ്ലിക്കബിൾ. W into X ആകുമ്പോൾ ലീനിയർ ലോ ആണ് ആപ്ലിക്കബിൾ. അപ്പൊ നമ്മൾ ഏതാണ് മാർക്ക് ചെയ്യാം? എ ഓപ്ഷൻ, ലീനിയർ ലോ ആണ് ആൻസർ കറക്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. For the above cantilever beam, the absolute value of shear force at A is, ഇതിൽ absolute value of the shear force ഏതാണ്? shear force at A ഏതാണ്? 1 kilonewton ആണോ, 4 kilonewton ആണോ, 0 kilonewton ആണോ, 2 kilonewton ആണോ? ഓക്കെ, സോ ഈ ഒരു ഡയഗ്രാമിൽ നമ്മുടെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ആണ് പറയേണ്ടത്. ഷിയർ ഫോഴ്സ് അറ്റ് എ ആണ് പറയേണ്ടത്. ഓക്കെ, നമ്മൾ ഓൾറെഡി നോക്കിയത് എന്തായിരുന്നു? ഇങ്ങനെ കപ്പിൾ ഫോം ചെയ്താൽ നമ്മുടെ ഷിയർ ഫോഴ്സിന്റെ വാല്യൂ 0 ആയിരിക്കും. ഓക്കെ, അതേപോലെ നമുക്ക് എന്താണ് മാർക്ക് ചെയ്യേണ്ടത്? കാന്റിലിവർ കേസിന്റെ ഷിയർ ഫോഴ്സ് വാല്യൂ എന്ന് പറയുമ്പോൾ 0 ആയിരിക്കും വരുന്നത്. ഓക്കെ, കപ്പിൾ കാരണം ഒരു വേരിയേഷനും വരത്തില്ല. ഇവിടെ കപ്പിൾ മാത്രമേ ആക്ട് ആവുന്നുള്ളൂ, ലോഡിംഗ് ഒന്നും ഇല്ല. അപ്പോൾ കപ്പിൾ മാത്രമാണ്. ഷിയർ ഫോഴ്സിന് എന്ത് വാല്യൂ ആണ്? പിന്നെ നമുക്കറിയാം ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ബെൻഡിങ് മൊമെന്റ്. ഓക്കെ, ബെൻഡിങ് മൊമെന്റിന്റെ റേറ്റ് ഓഫ് ചേഞ്ചിനെയാണ് നമ്മൾ ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ബെൻഡിങ് മൊമെന്റ് കോൺസ്റ്റന്റ് ആവുകയാണെങ്കിൽ ഈ വാല്യൂ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഇതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്? ഷിയർ ഫോഴ്സ് എന്ന് പറയുമ്പോൾ 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ സി ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The point of counterflexure is the point where, point of counterflexure എന്ന് പറഞ്ഞാൽ ഏത് പോയിന്റ് ആണ്? shear force is maximum അതാണോ, or bending moment is maximum, or shear force change sign അതാണോ, or bending moment changes sign അതാണോ? നമ്മൾ ഓൾറെഡി നമ്മൾ നോക്കിയത് സിംപ്ലി സപ്പോർട്ടിന്റെ കേസ് നോക്കിയായിരുന്നു അല്ലേ? സിംപ്ലി സപ്പോർട്ടിന്റെ കേസിൽ എങ്ങനെയായിരുന്നു നമ്മൾ ബെൻഡിങ് മൊമെന്റ് വരച്ചത്? സിംപ്ലി സപ്പോർട്ടഡ് ലോഡ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം എങ്ങനെയായിരുന്നു വരച്ചത്? ഓക്കെ, ഏത് വേണമെങ്കിലും നമുക്ക് എക്സാമ്പിൾ എടുക്കാൻ പറ്റും. കപ്പിൾ ഫോം ആകുന്നുണ്ടായിരുന്നു. ഇൻ ബിറ്റ്വീനിൽ കപ്പിൾ ഫോം ആകുമ്പോൾ, ഈ ഒരു പോയിന്റിൽ കപ്പിൾ ഫോം ആകുമ്പോൾ നമ്മൾ എങ്ങനെയായിരുന്നു എടുത്തത്? ഇങ്ങനത്തെ ഒരു ചേഞ്ച് ആയിരുന്നു അല്ലെ? അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ബെൻഡിങ് മൊമെന്റ് ചേഞ്ചസ് ഇറ്റ് സൈൻ. അപ്പോൾ ബെൻഡിങ് മൊമെന്റ് ചേഞ്ച് ആവുന്നത്, നെഗറ്റീവ് ടു പോസിറ്റീവ് ചേഞ്ച് ആവുന്നുണ്ട്. ഇതല്ല വേറെ ഏത് എക്സാമ്പിൾ വേണമെങ്കിലും എടുക്കാം, ഏത് എക്സാമ്പിൾ വേണമെങ്കിലും എടുക്കാൻ പറ്റും. അപ്പോൾ ഈ കേസിൽ നമുക്ക് ഏതാണ് ആൻസർ എന്ന് പറയുമ്പോൾ ബെൻഡിങ് മൊമെന്റ് ചേഞ്ചസ് സൈൻ, അതാണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A rectangular log of wood is floating in water. ഒരു റെക്ടാങ്കുലർ ലോഗ് ആണ് വുഡിന്റെ, അത് വാട്ടറിൽ ഫ്ലോട്ട് ചെയ്യുകയാണ് വിത്ത് എ ലോഡ് ഓഫ് 100 ന്യൂട്ടൺ. 100 ന്യൂട്ടൺ ആണ് അതിന്റെ ലോഡ് അറ്റ് സെന്റർ. സോ 100 ന്യൂട്ടൺ ആണ് അതിന്റെ ലോഡ്, അത് ആക്ടിങ് അറ്റ് സെന്റർ ആണ്. ദ മാക്സിമം ഷിയർ ഫോഴ്സ് ഇൻ വുഡൻ ലോഗ് ഈസ്, മാക്സിമം ഷിയർ ഫോഴ്സ് അറ്റ് വുഡൻ എന്ന് പറഞ്ഞാൽ എവിടെയാണ് ആക്ട് ആവുന്നത്? 100 ന്യൂട്ടൺ അറ്റ് ദ സെന്റർ ആണോ, 100 ന്യൂട്ടൺ at the center ആണോ, zero shear all through ആണോ, or 50 ന്യൂട്ടൺ at each end ആണോ, 50 ന്യൂട്ടൺ at the center ആണോ? സോ ഇതിന്റെ നമ്മൾ ഓപ്ഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു വുഡൻ ലോഗ് എടുക്കാം. ഓക്കെ, വുഡൻ ലോഗ് എടുക്കുമ്പോൾ നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത് താഴെ വാട്ടർ ആണ് അല്ലെ? താഴെ, ഇതിന്റെ താഴെയാണ് വാട്ടർ ഉള്ളത്. ഓക്കെ, അപ്പൊ താഴെ എന്താകും? താഴെ ഒരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആക്ട് ആകുന്നുണ്ട്. ഓക്കെ, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആക്ട് ആകുന്നുണ്ട്. വുഡൻ ആയിട്ടുള്ള ലോഗ് ആണ്. ഓക്കെ, വുഡൻ ആയിട്ടുള്ള ലോഗ് ആണ്. ഓക്കെ, വുഡൻ ആയിട്ടുള്ള ലോഗ് ആണ്. അതിന്റെ താഴെ വാട്ടർ ഉണ്ടായതുകൊണ്ട് ഒരു UDL ആക്ട് ആവുന്നുണ്ട് താഴെ. ഓക്കെ, അപ്പൊ പിന്നെ വേറെ എന്ത് കണ്ടീഷൻ തന്നിട്ടുണ്ട്? W അല്ലെങ്കിൽ ഇവിടെ ഒരു ലോഡ് ആക്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? വാട്ടർ ഫ്ലോയിങ് ഇൻ ദ വാട്ടർ വിത്ത് ലോഡ് ഓഫ് 100 ന്യൂട്ടൺ. 100 ന്യൂട്ടണിലാണ് ലോഡ് ആക്ട് ആവുന്നത്. 100 ന്യൂട്ടൺ അറ്റ് ദ സെന്റർ. ഓക്കെ, 100 ന്യൂട്ടൺ അറ്റ് ദ സെന്ററിൽ ലോഡ് ആക്ട് ആവുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ വാല്യൂ എന്തായിരിക്കും? ഇത് W-ന്റെ ഇക്വലന്റ് ആയിരിക്കും. അപ്പൊ ത്രൂ ഔട്ട് ദ ലെങ്ത് ആണ് WL ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇതിനെ മാർക്ക് ചെയ്യും. നമ്മളെ ഇതിന് ആൻസർ എങ്ങനെ ചെയ്യും? നമ്മുടെ ടോപ്പ് അപ്പ്
ഫോഴ്സ് നമ്മൾ രണ്ട് റിസൾട്ടന്റ് ഫോഴ്സിന് വെർട്ടിക്കലി ഫോഴ്സസിനെ നമ്മൾ ഈക്വലന്റ് ചെയ്യണം. ഓക്കെ, മുകളിലത്തെ ഫോഴ്സിനെയും താഴത്തെ ഫോഴ്സിനെയും നമ്മൾ ഈക്വലന്റ് ചെയ്യണം. അത് നമ്മുടെ സ്ട്രെങ്തോമെട്രിന്റെ ഒരു റൂൾ ആണ്. അപ്പൊ നമ്മൾ ഈക്വലന്റ് ചെയ്താൽ എങ്ങനെയാണ് പറയുന്നത്? WL, താഴത്തെ ലോഡ് എന്ന് പറഞ്ഞാൽ WL ആണ്. ഓക്കെ, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് WL is equal to 100. ഓക്കെ, രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യുകയാണ് നമ്മൾ. ഓക്കെ, അപ്പൊ W ന്റെ വാല്യൂ എന്തായിരിക്കും? W is equal to 100/L. ഓക്കെ, ഡൗട്ട് ഇല്ലെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, W is equal to 100/L. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ് ചോദിക്കുന്നത്? മാക്സിമം ഷിയർ ഫോഴ്സ് അറ്റ് ദ വുഡൻ ലോക്ക്. മാക്സിമം ഷിയർ ഫോഴ്സ് എവിടെയായിരിക്കും? സെന്ററിലായിരിക്കും, ഒബ്വിയസ്ലി സെന്ററിലായിരിക്കും. അപ്പൊ നമ്മുടെ ലോഡിംഗ് വാല്യൂ എന്തായിരിക്കും? W into L/2. W into L/2. അപ്പൊ W യുടെ വാല്യൂ എന്താണ്? 100/L. W യുടെ വാല്യൂ 100/L ആണ് ഇൻറ്റു L/2. ഓക്കെ, അപ്പൊ L ക്യാൻസൽ ആയി നമ്മുടെ ആൻസർ എന്ത് കിട്ടി? 50 ന്യൂട്ടൺ എന്ന് കിട്ടി. L ക്യാൻസൽ ആയി 50 ന്യൂട്ടൺ എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ ഏതാണ് കറക്റ്റ് ആൻസർ? 15 ന്യൂട്ടൺ അറ്റ് സെന്റർ. 15 ന്യൂട്ടൺ അറ്റ് സെന്റർ, ഇതാണ് കറക്റ്റ് ഓപ്ഷൻ. ഷിയർ ഫോഴ്സ്, ദ മാക്സിമം ഷിയർ ഫോഴ്സ് ഇൻ ദ വുഡൻ ലോഗ് ഈസ് 15 ന്യൂട്ടൺ അറ്റ് സെന്റർ. ഓക്കെ, അതാണ് കറക്റ്റ് ഓപ്ഷൻ. മനസ്സിലാണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A beam fixed at both end carries a UDL on entire length. Okay, ഒരു beam ആണ് കൺസിഡർ ചെയ്യുന്നത് both endൽ. A beam at both end carries a UDL carry ചെയ്യുന്നുണ്ട് or entire length. The ratio of the bending moment at support to the bending moment at mid span is given by 0.5 ആണോ, 1 ആണോ, 1.5 ആണോ, 2 ആണ്. അപ്പൊ നമ്മുടെ റേഷ്യോ എന്ന് പറയുന്നത് ഒരു ബീമിന്റെ UDL, അപ്പൊ ബീമിന്റെ UDL ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ബെൻഡിങ് മൂവ്മെന്റ് ഡയഗ്രാം എന്ന് പറയുന്നത് ബെൻഡിങ് മൂവ്മെന്റ് ഫോർ സപ്പോർട്ട്. ബെൻഡിങ് മൂവ്മെന്റ് സപ്പോർട്ടിന്റെ ഫോർമുല എന്താണ്? WL²/12 അല്ലെ, നമുക്ക് ബേസിക് ആയിട്ട് അറിയാം. WL²/12. സെന്ററിലാണെങ്കിൽ, മിഡ് പോയിന്റ് ആണെങ്കിൽ, മിഡ് പോയിന്റ് അല്ല, സപ്പോർട്ടിലാണെങ്കിൽ WL²/12 ആണ്. അതേപോലെ മിഡ് പോയിന്റിലാണ് ആക്ട് ആവുന്നതെങ്കിൽ അതിന്റെ ഫോർമുല എന്തായിരിക്കും? മിഡ് പോയിന്റിലാണ് ആക്ട് ആവുന്നതെങ്കിൽ WL²/24. ഓക്കെ, സോ ഇതിന്റെ റേഷ്യോ ആണ് ചോദിച്ചത്. അപ്പോൾ റേഷ്യോ എന്ന് പറയുമ്പോൾ എത്രയാണ്? WL²/12 താഴെ ബൈ WL²/24. ഓക്കെ, WL²/24. അപ്പൊ ഇതിൽ ക്യാൻസൽ ഔട്ട് ആവുമ്പോൾ നമ്മുടെ ആൻസർ എന്ത് കിട്ടും? 2 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഡി ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, ഡി ആണ് കറക്റ്റ് ഓപ്ഷൻ. 2 ആണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഷിയർ ഫോഴ്സ് ഡയഗ്രാം. Okay, the shear force diagram for a cantilever beam subjected to concentrated load at free end is given by, so triangle ആണോ, rectangle ആണോ, parabola ആണോ, ellipse ആണോ? So shear force diagram ആണ് ചോദിച്ചിരിക്കുന്നത് cantilever beamന്റെ കേസിൽ. cantilever beamന്റെ കേസിൽ ഏതാണ്? cantilever beam subjected to concentrated load at free end. concentrated load at free endൽ നമ്മുടെ ലോഡ് അപ്ലൈ ആകുമ്പോൾ ഇതിന്റെ shear force diagram എങ്ങനെയാണ് ആക്ട് ആകുന്നത്? ഷിയർ ഫോഴ്സ് ഡയഗ്രാം ട്രയാങ്കിൾ ആണ് ആക്ട് ആകുന്നത്. ഓക്കെ, ഇങ്ങനത്തെ ഒരു ഫോമിൽ ആക്ട് ആവും. ഓക്കെ, സോ എ ആണ് കറക്റ്റ് ഓപ്ഷൻ. എ ആണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ബീം ഷോൺ ഇൻ ദ ഫിഗർ. ഇതിന്റെ ഏതാണ് ബീമിനെ റിപ്രസെന്റ് ചെയ്യുന്നത്? ഏതാണ്? ഫ്രീ കാന്റിലിവർ ബീം ആണോ, സിംഗിൾ ഓവർ ഹാങ്ങിങ് ബീം ആണോ, ഡബിൾ ഓവർ ഹാങ്ങിങ് ബീം ആണോ, പ്രോപ്ഡ് കാന്റിലിവർ ആണോ? ഓക്കെ, നമുക്ക് നോക്കാം എന്താണെന്ന്. ഫിക്സ്ഡ് ഫ്രീ കാന്റിലിവർ ബീം നമ്മൾ എങ്ങനെയാണ്? ഇതാണ് ഫ്രീ കാന്റിലിവർ ബീം. ഓക്കെ, സിംഗിൾ ഓവർ ഹാങ്ങിങ് ബീം ഏതാണ്? ഈ മേളിൽ കാണുന്ന ഓപ്ഷൻ ആണ് സിംഗിൾ ഓവർ ഹാങ്ങിങ് ബീം. ഓക്കെ, ഇതാണ് സിംഗിൾ ഓവർ ഹാങ്ങിങ് ബീം. ഓക്കെ, ഇതാണ് സിംഗിൾ ഓവർ ഹാങ്ങിങ് ബീം. നെക്സ്റ്റ് ആണ് ഡബിൾ ഓവർ ഹാങ്ങിങ് ബീം. ഡബിൾ ഓവർ ഹാങ്ങിങ് ബീം എങ്ങനെയാണ്? ഇവിടെ. ഓക്കെ, ഇവിടെ രണ്ട് സപ്പോർട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, ഓക്കെ, ഇവിടെ രണ്ട് സപ്പോർട്ട് കൊടുക്കുകയാണ്, ഇവിടെ രണ്ട് സപ്പോർട്ട് കൊടുക്കണം. അപ്പൊ ഇവിടെ കാണാൻ പറ്റും രണ്ട് ഡബിൾ ഓവർ ഹാങ്ങിങ് ബീം. ഒരു സൈഡ് ഇവിടെയും ഓവർ ഹാങ് ചെയ്യും, ഇവിടെയും ഓവർ ഹാങ് ചെയ്യും. അപ്പം ഡബിൾ ഓവർ ഹാങ്ങിങ് ബീം. നെക്സ്റ്റ് ആണ് പ്രോപ്ഡ് കാന്റിലിവർ. പ്രോപ്ഡ് കാന്റിലിവർ എങ്ങനെയാണ്? പ്രോപ്ഡ് കാന്റിലിവർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? സോ ഇങ്ങനെയാണ് പ്രോപ്ഡ് കാന്റിലിവർ. പ്രോപ്ഡ് കാന്റിലിവർ. ഓക്കെ, ഇതാണ് പ്രോപ്ഡ് കാന്റിലിവർ. ഓക്കെ, ഓപ്ഷനിൽ മനസ്സിലായി. അപ്പോൾ നമുക്ക് ആൻസർ ഏതാണ്? ബി ആണ് കറക്റ്റ് ഓപ്ഷൻ. സിംഗിൾ ഓവർ ഹാങ്ങിങ് ബീമിനെയാണ് ഈ ഡയഗ്രാമിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫോർ കാന്റിലിവർ ബീം ഷോൺ ഇൻ ദ ഫിഗർ. ഈ ഫിഗറിൽ കാണുന്ന പോലെ കാന്റിലിവർ ബീം ആണ്. ഓക്കെ, ദ വാല്യൂ ഓഫ് ദ ഷിയർ ഫോഴ്സ് അറ്റ് ഫിക്സ്ഡ് എൻഡ്. വാല്യൂ ഓഫ് ദ ഷിയർ ഫോഴ്സ് ആണ് പറയേണ്ടത്. ഓക്കെ, ഫിക്സ്ഡ് എൻഡിൽ എന്താണ്? 100 kN ആണോ, ബി 70 kN ആണോ, സി 80 kN ആണോ, ഡി 90 kN ആണോ? സോ ഇതിൽ നമ്മൾ ഒന്നും ചെയ്യേണ്ട, വളരെ സിമ്പിൾ ആണ്. ഷിയർ ഫോഴ്സ് നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ ജസ്റ്റ് അതിന്റെ ഒരു
കാൽക്കുലേഷൻ മാത്രം ചെയ്താൽ മതി. ഓക്കെ, ഡയഗ്രാം വായിക്കേണ്ട ആവശ്യമില്ല. 30 into 1.5 എന്തൊക്കെ ലോഡ് ഉണ്ടോ അതിനെ ടോട്ടൽ ആയിട്ട് ആഡ് ചെയ്യണം. ബട്ട് ഇൻ പ്ലസ് 25 അപ്പൊ എത്ര കിട്ടും? 30 into എന്ന് പറയുമ്പോൾ 45 plus 25 അപ്പൊ ആൻസർ എന്ത് കിട്ടും? 70. 40 plus 60 10. ഓക്കെ, 70. അപ്പോൾ ഇതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, മനസ്സിലാകുന്നു. സോ ഷിയർ ഫോഴ്സിന് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എന്താണ് ചെയ്തത്? ഈ ലോഡിനെ ഈ ഒരു ലെങ്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, പ്ലസ് എന്തൊക്കെ ലോഡിംഗ് ഉണ്ടെന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി, പ്ലസ് ഈ 25 കിലോമീറ്ററിനെ കൂടെ ആഡ് ചെയ്തു. അപ്പൊ നമുക്ക് ഷിയർ ഫോഴ്സിന്റെ വാല്യൂ കിട്ടി. ഓക്കെ, അറ്റ് ഫിക്സ്ഡ് എൻഡ്. ഓക്കെ, അപ്പോൾ 70 ആണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In a simply supported beam of span L subjected to UDL, uniformly distributed load of intensity W kilonewton per meter over its entire length, the maximum bending is given by expression WL square by 8, WL by 2, WL square by 2, WL. അപ്പോൾ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? നമ്മുടെ ഇത് ബേസിക് ആയിട്ട് നമുക്കറിയാം, സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ UDL ആണ് ചോദിച്ചിരിക്കുന്നത്, WL square by 8 ആണ്. അപ്പോൾ നമുക്ക് ബേസിക്കലി നമ്മൾ ഗ്രൗണ്ട് വേർഷൻ നോക്കിയതാണ്. ഓക്കെ, WL square by 8 ആണ്. സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ ഇങ്ങനത്തെ എല്ലാ വാല്യൂസും, സിംപ്ലി സപ്പോർട്ടിന്റെ കാന്റിലിവറിന്റെയും എല്ലാ വാല്യൂസും നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, WL square by 8 ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് എന്താണ്? ദ ഷേപ്പ് ഓഫ് ദ ബെൻഡിങ് മൂവ്മെന്റ് ഡയഗ്രാം ഇൻ ബീം സബ്ജക്റ്റഡ് ടു എ UDL. സോ നമ്മുടെ ഷേപ്പ് ഓഫ് ദ ബെൻഡിങ് മൂവ്മെന്റ് ഡയഗ്രാം ആണ് ചോദിച്ചിരുന്നത്, സബ്ജക്ട് ടു UDL. UDL സബ്ജക്ട് ചെയ്യുമ്പോൾ ഷേപ്പ് ഓഫ് ദ ബെൻഡിങ് മൂവ്മെന്റ് ഏതാണ്? കോൺസ്റ്റന്റ് ആണോ, ക്യൂബിക് പാരബോള ആണോ, പാരബോള ആണോ, ട്രയാങ്കിൾ ആണോ? ഇതും നമ്മൾ ഇതേപോലത്തെ കുറെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ എല്ലാത്തിന്റെയും ബെൻഡിങ് മൂവ്മെന്റിന്റെ ഡയഗ്രാം നമ്മൾ മനപ്പാഠം ചെയ്യണം. ഓക്കെ, ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ പാരബോളയാണ്. ഓക്കെ, ഷേപ്പ് ഓഫ് ദ ബെൻഡിങ് മൂവ്മെന്റ് ഡയഗ്രാം ഇൻ ബീം സബ്ജക്ട് ടു only UDL. only UDL ആണെങ്കിൽ പാരബോളയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In a cantilever beam subjected to general loading, okay, cantilever beam നെ കൺസിഡർ ചെയ്യുവാണ്, subjected to general loading, maximum bending moment is at എവിടെയാണ്? ഫിക്സ്ഡ് സപ്പോർട്ടിലായിരിക്കും, ഫ്രീ എൻഡിലായിരിക്കും, മിഡ് സ്പാനിലായിരിക്കും, ക്വാർട്ടർ സ്പാനിലായിരിക്കും? എവിടെയായിരിക്കും കാന്റിലിവറിന്റെ മാക്സിമം ഉള്ളത്? കാന്റിലിവറിന്റെ ഇപ്പൊ കാന്റിലിവർ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് മാക്സിമം ബെൻഡിങ് മൊമെന്റ് എവിടെയാണ് ഉള്ളത്? ഫിക്സ്ഡ് സപ്പോർട്ടിലായിരിക്കും എപ്പോഴും കാന്റിലിവറിന്റെ മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഉള്ളത്. അതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഇത് വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിക്സ്ഡ് എൻഡ് ആണ്. ഓക്കെ, ഫിക്സ്ഡ് എൻഡ് അല്ലെങ്കിൽ ഫിക്സ്ഡ് സപ്പോർട്ടിലാണ് മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഉള്ളത് കാന്റിലിവറിന്റെ. ഓക്കെ, സോ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയലിന്റെ സെക്ഷൻ. നിങ്ങൾക്ക് എന്റെ സെക്ഷൻ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു, താങ്ക്സ് എ ലോട്ട്.